അധ്യായം 8 അല്ലേ? ബന്ധവും മുക്തിയും. എന്താണ് ബന്ധം, എന്താണ് മുക്തി? അഷ്ടാവക്ര ഉവാച, അങ്ങനെ തന്നെയാണല്ലോ. അഷ്ടാവക്രൻ പറഞ്ഞു, തഥാ ബന്ധോ യഥാ ചിത്തം കിഞ്ചിത് വഞ്ചതി ശോചതി കിഞ്ചിത് മുഞ്ചതി ഗൃണ്ണാതി കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി തഥാ ബന്ധോ യഥാ ചിത്തം കിഞ്ചിത് വഞ്ചതി ശോചതി കിഞ്ചിത് മുഞ്ചതി ഗൃണ്ണാതി കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി യഥാ ചിത്തം കിഞ്ചിത് വാഞ്ചതി മുഞ്ചതി ഗൃണ്ണാതി കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി തഥാ ബന്ധഃ അസ്തി. എങ്ങനെയാ ബന്ധം അറിയുന്നത്? ബന്ധം ഉണ്ടോയെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ബന്ധം എന്താണ്? ബന്ധത്തെ നിർവചിക്കുകയാണ്. ബന്ധിക്കുന്നത് എങ്ങനെയാണ്? ഷിഞ്ഞബന്ധനെ വിശേഷേണ ബന്ധിക്കുന്നത് എങ്ങനെയാണ്? യഥാ ചിത്തം കിഞ്ചിത് വാഞ്ചതി, എപ്പോൾ മനസ്സ് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധമുണ്ട്. ഏതെങ്കിലും ഒരാഗ്രഹം മനസ്സിൽ പൊന്തി എങ്കിൽ ബന്ധമുണ്ട്. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ബന്ധമുണ്ട്. എപ്പോൾ മനസ്സ് എന്തെങ്കിലും കിഞ്ചിത് ആഗ്രഹം വരുന്നാൽ ഉടനെ ആത്മാവിൻ്റെ സർവജ്ഞത്വം കിഞ്ചിജ്ഞത്വമായി മാറി. ജീവൻ കിഞ്ചിജ്ഞനാകുന്നത് അങ്ങനെയാണ്. അത് നല്ലപോലെ നോക്കിയാൽ കാണാം. വിലീനമായ ചിത്തം ഊർജപ്രസരം പോലെ ത്രസിക്കുന്നത് കാണാം. ഇത് കഴിഞ്ഞ് നോക്കിയാൽ മതി. ഏത്? ഈ ആഗ്രഹം കഴിഞ്ഞ്. ആഗ്രഹിക്കുമ്പോൾ നോക്കാൻ പറ്റുന്ന ആളുകൾ ആഗ്രഹത്തിന് മുമ്പ് നോക്കി ശീലിച്ചാൽ പറ്റും. ആഗ്രഹം വരുമ്പോഴേ നോക്കാൻ പറ്റും. നോക്കുമ്പോഴേ ആഗ്രഹം പോകും. ബന്ധത്തിലേക്കത് വളരുകയില്ല. ആദ്യം ബന്ധങ്ങളുണ്ടാകുന്നതിന് മുമ്പ്, ആഗ്രഹങ്ങളുണ്ടാകുന്നതിന് മുമ്പ് ചിലർ ശീലിക്കും. അവരേകാന്തമായൊരു ആസനത്തിലിരുന്ന് തൻ്റെ ചിച്ഛക്തിയെ നോക്കുവർ. ആ ചിച്ഛക്തി വിലീനമാകുന്നതിൽ ഊർജപ്രസരം പോലെ ഓരോ ഭാവങ്ങൾ ത്രസിക്കുന്ന കാണും. കൽപ്പനകൾ, ഭാവങ്ങൾ. ചിലർ നോക്കിയിരുന്ന് അതിനെ വേട്ടയാടാൻ തീരുമാനിക്കും. അങ്ങനെ വേട്ടയാടിയാൽ ഒരാഗ്രഹം അവസാനിക്കും, അടുത്ത ആഗ്രഹം ഉദിക്കും. അതിൻ്റെ ഇടയിൽ ഒരാനന്ദം കിട്ടും. സമയം ഇറ്റ് ഡിപ്പെൻസ്. ആഗ്രഹം തിരതള്ളുന്നത് എത്ര കമ്പാർട്ട്മെൻറ്റുകൾ എത്ര വേഗതയിലാണോ അതിനനുസരിച്ചാണ് ഇട കാണുന്നത്. എന്ന് പറഞ്ഞാൽ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ, ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ രാജധാനി എക്സ്പ്രസ് കടന്നു പോകുമ്പോൾ നോക്കിയാൽ കാണുകയില്ല. മനസ്സിലായില്ല? നേർക്ക് നേരെ നിന്നാൽ. കുർള കടന്നു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. മനസ്സിലായില്ല?
ഇനിയും പിടികിട്ടില്ല. ഈ ആഗ്രഹങ്ങളുടെ കമ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിക്കലർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിലൊരു വിട്ടുണ്ട്, അതിനിടയിൽ കൂടെയാണ് കാണുന്നത്. നല്ല സ്പീഡാണെങ്കിൽ കാണുകയില്ല. ആ ഫാൻ സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഈച്ച പറന്നാൽ താഴേന്ന് കാണുകയില്ല. മനസ്സിലായില്ല? എന്നാൽ അത് സ്പീഡ് കുറച്ചാണ് കറങ്ങുന്നതെങ്കിൽ ഇടയിൽ കാണാം. ഇപ്പം മനസ്സിലായി? ഇതുപോലെയാണത്. ആഗ്രഹങ്ങളുടെ തിരത്തള്ളൽ കുറഞ്ഞു നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയിലുള്ളവനെ കാണാം. അവൻ ഇടയൻ. മനസ്സിലായില്ല? ഇരുവൃത്തികൾ തന്നിടയ്ക്കുമുറ്ററിവിൻ മട്ടിലിരിക്ക കാരണം മറയോരിടയത്തമങ്ങയിൽ പരികൽപ്പിച്ചതു യുക്തിയുക്തമാം. ഭഗവത് ദർശനം എൻ്റെ അല്ല, ആറന്മുള അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നൊരു സ്വാമി പാടുന്നതാണ്. ഇരുവൃത്തികൾ തന്നിടയ്ക്കുമുറ്ററിവിൻ മട്ടിലിരിക്ക കാരണം. അറിവ് അവിടെയായിരിക്കുന്നത്. ആ അറിവില്ലായ്മയാകുമ്പോഴാണ് വിഷയങ്ങളുണ്ടാകുന്നത്. ഇപ്പം ചിലത് കുറേ കാലം ഈ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാം. ചിലത് ഈ ട്രെയിനെ വലിച്ചു മാറ്റിക്കളഞ്ഞു, പിന്നെ രണ്ടില്ല. അതൊക്കെ പിന്നെ നിങ്ങളുടെ വേഗത പോലിരിക്കും. അപ്പോൾ ആദ്യം മെല്ലെ ഒരിടത്തിരുന്ന് തൻ്റെ ചിച്ഛക്തി വിലാസത്തെ നോക്കിയാൽ ആ ചിച്ഛക്തി ഊർജപ്രസരം പോലെ ത്രസിക്കുന്ന കാണാം. അതിനകത്തൊരു കളിയും കൂടെ ഉണ്ട്. ആ കളി ഗംഭീരമാണ്. ആ കളി അറിഞ്ഞാൽ ഇടയനെ പെട്ടെന്നറിയാം. വളരെ കഷ്ടപ്പെട്ട് മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്വപ്നമൊക്കെ ഉണ്ടാക്കി, സ്വപ്നം അനുസരിച്ചൊരു മാങ്ങായണ്ടി ഉണ്ടെന്ന് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട് വർഷങ്ങളായി വളർന്നു. 5.5 വയസ്സിൽ ഒരു മാവിൻ്റെ അണ്ടി കൊണ്ട കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ 48 വർഷമായി. 53 വയസ്സായി നിങ്ങൾക്ക്. മാവിന് 48 വയസ്സുമായി. ഈ 48 വയസ്സുള്ള മാവ് ഇതുവരെ കായ്ച്ചില്ല. അങ്ങനെ ഇത് കായ്ക്കുന്നതിനെ പറ്റിയൊക്കെ സങ്കല്പിച്ചു. കായുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിപ്പോയി തൊടുന്നത്. അപ്പോഴാണ് വീട്ടിൽ വന്ന ആരോ ഒരാൾ ദിവ്യനാണെന്നൊക്കെ പറഞ്ഞു. അങ്ങേരെ കൊണ്ടുപോയി മാവയെ തൊടിയിച്ചു. മാവേൽ മുകളിൽ ഒരു കൊല പൂത്തു. ഈ കൊല്ലം ഒറ്റ കൊലേ പൂത്തുള്ളൂ, കൂടുതലൊന്നുമില്ല. ആകെ 6 മാങ്ങയെ പിടിച്ചുള്ളൂ. അതിർത്തിയിലാണ് മാവ്, നിങ്ങളുടെ അതിരയിലാണ് മാവ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഏറ്റ് മാങ്ങ പിടിച്ചപ്പം മോളി നോക്കി, പിടിച്ചിട്ടുണ്ടോ ദിവ്യൻ തൊട്ടത്, ഫലിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആളുകളോടുമൊക്കെ പറഞ്ഞു. അപ്പോൾ അയൽവക്കംകാർ നോക്കി, നല്ല മാങ്ങ, കാഴ്ചയിൽ നല്ല ഉഗ്രൻ മാങ്ങ, 6 ഒറ്റ കൊലയാണ്, തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അയൽവക്കംകാരൻ തീരുമാനിച്ചു, ദൈവമേ ഇതാ വീട്ടിൽ ആളില്ലാത്തപ്പോൾ വേണം പഴുത്ത് വീഴാൻ. ഇപ്പോൾ അത് ചുവന്നിട്ടുണ്ട്, തുടുത്തിരിക്കുകയാണ്. വെല്ലുമ്മ വിചാരിച്ചു വൈശാഖമാണ് കാലം മാമ്പഴത്തിൻ്റെ. കൃഷ്ണൻ്റെ കയ്യിൽ വെണ്ണ കൊടുക്കുന്ന പോലെ ഈ മാമ്പഴം കൊടുക്കാനൊന്ന് പറ്റണം. വൈശാഖത്തിൽ മാമ്പഴമൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോകും നേദിക്കാൻ. അപ്പം വെല്ലുമ്മ തീരുമാനിച്ചു, രാവിലെ ദൈവമേ അത് വീണ് കിട്ടണേ, വേറെ ആരുടെയും കൈ കിട്ടരുത്, കൃഷ്ണനുള്ളതാണേന്നൊക്കെ വിചാരിച്ചു. അപ്പം മകൾ അടുക്കള നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, അതെ തള്ളയ്ക്കാൻ തരും, കണ്ട നമ്പൂരിമാർക്ക് തിന്നാനായിട്ട് വേറെ പണിയൊന്നുമില്ല, രാവിലെ ഇറങ്ങിക്കോളും, എൻ്റെ പിള്ളേരും ഭർത്താവും തിന്നേണ്ടതൊക്കെ അവിടെ കൊണ്ട് കൊടുക്കാൻ ഒരു പകുതി എന്ന് പറഞ്ഞ് 2 ചീത്തയൊക്കെ അവളകത്ത് നിന്ന് പറഞ്ഞു. വെല്ലുമ്മ കേട്ടാൽ അവളുടെ തലയിൽ ചൂടുവെള്ളം ഒഴിക്കും, കേൾക്കാതെയാണ് പറഞ്ഞത്. അപ്പോൾ അവളിങ്ങനെ സങ്കല്പിച്ചു, പിള്ളേർ സങ്കല്പിച്ചു, ദൈവമേ ഞാൻ അടുക്കലുള്ളപ്പം വേണം വീഴാൻ,
എടുത്തൊന്ന് കടിക്കാൻ. എത്ര പേരിൽ ഇവൻ ക്ഷിപ്തമുണ്ടാക്കുന്നു നോക്കുക. ക്യാൻ യു ഇമാജിൻ? ഇതിനിടയിലാണ് ഒരാൾ വഴിയെ പോയപ്പോൾ ഇത് നല്ല മാവാണെന്ന് വീട്ടുകാരൻ ഇങ്ങനെ നടന്ന് കാണിച്ചു. കാരണം അഷ്ടാവക്രഗീത പഠിക്കാൻ വന്നപ്പോഴാണ് വീടൊന്ന് കാണാൻ കൂട്ടിക്കൊണ്ട് പോയത്. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ മാവിൻ്റെ അടുക്ക കൂടെ നടത്തിയപ്പോൾ പറഞ്ഞു, ഇത് മാവ് സ്പെഷ്യലാണ്, ഞാനിങ്ങനെ എൻ്റെ 5 വയസ്സ് വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, അതിൻ്റെ ഒരെണ്ണം എനിക്കും തരണം. അവനും ക്ഷിപ്തമായി. വിഷയങ്ങൾ എത്ര വേഗമാണ് ക്ഷിപ്തത്തെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയൊക്കെ ഉണ്ടായിരിക്കെ ഭർത്താവ് ജോലിക്ക് പോയി, വല്യമ്മ പരദൂഷണത്തിന് പോയി, അയൽവക്കംകാർ പുല്ല് പറിക്കാൻ പോയി. അപ്പം നോക്കിയപ്പോഴാണ് മാങ്ങ പഴുത്ത് നിൽക്കുന്നത്. ഇപ്പം മാങ്ങ മനസ്സിലും പഴുത്തു, മുകളിലും പഴുത്തു. കാര്യമായിട്ട് ഒരു തോട്ടിയൊക്കെ കിട്ടി. വലിയ തൊടുപുഴക്കാരുടെ ഭാഷ കണിയാരം അല്ലേ? മുള അല്ല, അതിനുള്ള ആ സാധനം, ആ കമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മുളയോ ഇല്ലിയോ? ഇല്ലി. ഈറ്റ. ഈറ്റ എങ്കിൽ ഈറ്റ, ഇല്ലി എങ്കിൽ ഇല്ലി, മുളയെങ്കിൽ മുള, കണിയാരെങ്കിൽ കണിയാർ. ഇത് കൊണ്ടുവന്നു. അതിൻ്റെ അറ്റത്തൊരു ഇതൊക്കെ പിടിപ്പിച്ച് പൊക്കാനൊരു ഇച്ചിരി പാടാണ്. കാരണം വെച്ചാൽ നല്ല കനമുള്ളതാണ്. അതാ ഞാൻ മുള എന്ന് പറഞ്ഞ്. ഈറയാകുമ്പോൾ ചെറുതാണ്, ഇത് നല്ല പൊക്കത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് വലിയൊരു തോട്ടിയൊക്കെ കെട്ടിയിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ചാരി പൊക്കി നിവർത്തി ചോട് വരെ കൊണ്ടുവന്ന് വിഷമിച്ച് മുകളിലേക്ക് പിടിച്ചപ്പം എത്താനൊരു കുറച്ച് നീളവും കൂടെ വേണം. അതിൻ്റെ അറ്റത്ത് ഒരു കപ്പക്കൂലൂടെ വെച്ച് കിട്ടി. ഒരു റൊട്ടിക്കപ്പയുടെ, മലബാർ വെള്ളയുടെ ഒരു കമ്പ്. അതാകുമ്പോൾ നീളമുണ്ട്. ഉടനെ വെട്ടിക്കൊണ്ടുവന്നു, അത് കെട്ടി, അതിലൊരു പൈപ്പും കെട്ടി. പൈപ്പെന്നല്ലേ പറയാം, കൊക്ക. വടക്കൊക്കെ കൊക്കാന്ന് പറയും, ഇവിടെ പൈപ്പെന്ന് പറയും, ഇടയ്ക്ക് കൊക്കി എന്ന് പറയും. അപ്പോൾ ഇതിലേതാണെന്ന് വെച്ചാൽ അത് കെട്ടി. അത് കെട്ടി പൊക്കിയപ്പോഴാണ് ശകലവും കൂടെ എത്താനുണ്ട്. ഇതൊരു തരത്തിൽ ഇതേ കുത്തി പൊക്കി വളഞ്ഞാൽ നിൽക്കുന്നത്. അതൊരു തരത്തിൽ നിവർത്ത് ചോട്ടിലെത്തി, മുകളിലെത്തിയപ്പോൾ തൊട്ടില്ല എന്നായപ്പോഴത്തേക്ക് ഒരു ശകലം പൊക്കവും കൂടെ ആണ്. മടുത്തു. എന്നാലും ആരെങ്കിലും വരുന്നതിന് മുമ്പ് പറിക്കണം. ഒരു സ്റ്റൂൾ എടുത്തു കൊണ്ടുവന്നിട്ടു. അതിൻ്റെ കാലൊക്കെ 2 കുറ്റിയടിച്ച് ഉറപ്പിച്ചു, കയറുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ. എന്നിട്ട് മുകളിൽ കയറി എത്തി. പറിച്ച് താഴേക്കിട്ട് താഴെ വന്നപ്പോൾ തൈര് പോലെ അങ്ങ് തെറിച്ചു. അവിടെ കണ്ണേ, അവളെന്നും അതേ നോക്കിയിരുന്ന് ദാ അത് കുളമായി എന്നായി. തൈര് പോലെ തെറിച്ചില്ല, പറിച്ച് താഴെ വന്നു. താഴെ വീഴുമ്പോഴാണ് ഭർത്താവിൻ്റെ സഹോദരിയുടെ മക്കളും അവളും കൂടി ഇങ്ങോട്ട് വരുന്നത്. ആ നശിച്ച അശ്രീകരം പിള്ളേർ കണ്ടു. ഇനി രക്ഷയില്ല. അവർ വന്നില്ല. എല്ലാ സാധ്യതയും പറയുകയാണ്. അവർ വന്നില്ല. മാങ്ങ വീണു, എടുത്തോണ്ട് ഓടി. ആരും കാണണ്ടെന്നിരിച്ച് ചെന്നപ്പോഴാണ് 2 പേര് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ അവളും മക്കളുമാണ്. അത് പത്താഴത്തിൻ്റെ കീഴേക്ക് തള്ളി. 4 ദിവസം മറന്നുപോയി ഇതെടുക്കാൻ. ചീഞ്ഞുപോയി. നിങ്ങൾ എൻ്റെ കൂടെ ഓടുന്നുണ്ടോ? ഇല്ല. എൻ്റെ കൂടെ ഓടുന്നുണ്ട്. കാരണം നിങ്ങളിൽ പലരും പലതരത്തിലാണല്ലോ പ്രതികരിക്കുന്നത്. അതെല്ലാം ഞാൻ പറയണമല്ലോ. അത് കഴിഞ്ഞു. പത്താഴത്തിൻ്റെ കീഴേ ഇട്ടില്ല, ആരും വന്നില്ല. മാങ്ങ പറിച്ചു. ഈ മാങ്ങ എടുത്തു വച്ചു. അത് ചെത്തി പൂളി. ഓരോ കഷ്ണം ഓരോരുത്തർക്കും കൊടുത്തു. നാവിലതിൻ്റെ രുചി അറിഞ്ഞു, ഇറങ്ങിപ്പോയി. എവിടുന്നാണ് സുഖം കിട്ടിയത്? ആ മാവിൽ മാങ്ങ പിടിച്ചപ്പം മുതൽ പറിച്ച് ഓരോ കഷ്ണം നിങ്ങൾ തിന്ന് തീരുന്നതുവരെ നിങ്ങളിലുള്ള അവസ്ഥ സുഖമോ ദുഃഖമോ?
ദുഃഖമാണ്. ആശ ഉദിച്ച നിമിഷം മുതൽ അത് അവസാനിക്കുന്ന നിമിഷം വരെ ദുഃഖമാണ്. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയല്ല, ശരിയല്ല, ശരിയാണ്. ഇത്രയും ദുഃഖത്തിൻ്റെ വേളകളിൽ എന്തെല്ലാം രോഗങ്ങൾ ഈ മാങ്ങ തന്നു, എത്രയെത്ര കുടുംബ സംഘർഷങ്ങൾ ഈ മാങ്ങ തന്നു. മാങ്ങ മാവേ നിൽക്കുകയാണ്. തള്ളേ നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോയോണ്ടല്ലോ എൻ്റെ നിറം മാറും. അമ്മായിയമ്മയും മരുമകളുമായിട്ട് തെറ്റി. ഒരു മാങ്ങ മാവേലാ നിൽക്കുന്നത്, തീരുമാനമായിട്ടില്ല. അതേടി എൻ്റെ മകൻ വെച്ച മാവ, അവൻ 5 വയസ്സുള്ളപ്പോൾ കുഴിച്ചു വെച്ചതാ. അന്ന് ഞാൻ അവനെ കയ്യെ പിടിച്ചു കൊണ്ടുപോയി ആ അണ്ടി കുഴിച്ചിട്ടത്. ആദ്യം വെള്ളം ഒഴിച്ചത് ഞാൻ, നിൻ്റെ തന്തയല്ലടി. ശരിയല്ല, ശരിയല്ല, ശരിയല്ല. ഒരു മാങ്ങ മാവിൻ്റെ തുഞ്ചത്ത് കിടന്നേ ഉള്ളൂ. എന്തുമാത്രം പുകിലാണ് നിങ്ങളുണ്ടാക്കുന്നത്. ശരിയല്ല? അപ്പോൾ ഇത് മാറി നിന്നൊന്ന് കണ്ടാൽ തൻ്റെ ചിച്ചക്കൃതി മാവായി, മാങ്ങയായി, മാമ്പഴമായി വർദ്ധിക്കും തോറും നിങ്ങളിലുണ്ടാകുന്ന ദുഃഖങ്ങളെ നിങ്ങൾ ആ മാങ്ങയിൽ നിന്നും മാവിൽ നിന്നും മാറി നിന്ന് മാവയിലേക്കും മാങ്ങയിലേക്കും അതിലാഗ്രഹം പൂണ്ട് നിൽക്കുന്ന നിങ്ങളിലേക്കും നിങ്ങളുടെ അമ്മായിയമ്മയിലേക്കും നിങ്ങളുടെ മരുമകളിലേക്കും നിങ്ങളുടെ ഭർത്താവിലേക്കും അയൽവക്കത്ത് മാങ്ങയെ നോക്കി വെള്ളമുറക്കി നിൽക്കുന്നവരിലേക്കും വന്നവരിലേക്കും പോയവരിലേക്കും എല്ലാം മാറ്റി നിർത്തി മാറിയിരുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ ചിച്ചക്തി വിലാസം മാവായി മാങ്ങയായി പരിണമിച്ചുണ്ടാക്കുന്ന അസ്വസ്ഥ ലോകങ്ങളെ മുഴുവൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ നോ, എറിക്കുന്നില്ലെന്നാവുന്നേ. അതോ ഇപ്പോൾ ഓർക്കുകയാണോ ഇങ്ങനെ ജീവിതം തകർത്ത മാങ്ങകളുടെ പരമ്പര? എൻ്റെ ദൈവമേ, എത്ര മാങ്ങകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ മുഴുവൻ ഗ്രസിച്ചു തീർത്ത് ഈ വൈകിയ വേളയിൽ ഈ അസ്തമയകാലമെത്താറായപ്പോഴേക്ക് ഇത് കേൾക്കാനും പഠിക്കാനും കഴിഞ്ഞത് അന്നെങ്ങാൻ കേട്ടിരുന്നെങ്കിൽ ആ മാങ്ങയെല്ലാം കൂടി ഒന്നിച്ച് ഞാൻ കറി വെച്ച് കൂട്ടുകയില്ലായിരുന്നോ എന്നോർക്കുകയാണോ? നോ. ശരിയല്ല. ഒരു ശരിയല്ല. എത്ര ജീവിത രംഗങ്ങളെയാണ്, എത്ര മാനവ സത്യങ്ങളെയാണ്, എത്ര സമഗ്രമായ അറിവുകളെയാണ് വെറുമൊരു മാവിൻ്റെ തുഞ്ചലിലെ മാങ്ങയിലേക്ക് നമ്മുടെ ചിച്ചക്തി വിലാസം രൂപാന്തരപ്പെട്ടപ്പോൾ വന്നത്. ആകെ സുഖം കിട്ടിയതോ മാങ്ങ ഒരു കഷ്ണം വായിലിട്ടപ്പോൾ സുഖം കിട്ടിയെന്ന് പറയുന്നു. ആവട്ടെ, ആ സുഖം മാങ്ങയിലുണ്ടോ? പിന്നെ എവിടെയാ? ആ സുഖമെങ്കിലും മാങ്ങയിലുണ്ടോ? ആട്ടെ, ഒരു തരുമ്പ് സുഖമനുഭവിക്കാൻ മാങ്ങാ പാകമെത്തുവാനുള്ള 90-100 ദിവസം അസ്വസ്ഥമായെങ്കിലും ഒരു തരുമ്പെങ്കിലും സുഖം കിട്ടിയല്ലോ എന്ന് സമാധാനിക്കാൻ ആ സുഖം മാങ്ങയിലുണ്ടോ? പിന്നെ എവിടെയാണ്? എങ്ങനെ? നമുക്കൊന്നുകൂടെ അഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെ മുകുന്ദനെ കാണുന്നത് പറഞ്ഞില്ലേ? മനസ്സിലായില്ല? ആ കാണുന്ന പോലെ എന്നിലെ എന്നെ ഞാൻ കാണുകയാണോ? മാങ്ങ അവസാനിക്കുകയും ചക്ക ആരംഭിക്കുകയും ചെയ്യുന്നതിന് മുമ്പ്. മനസ്സിലായില്ല? എന്നിലെ ആവിർഭവിച്ച മാങ്ങ
നാവിലെത്തിയപ്പോഴേക്ക് മാങ്ങ ഇല്ലാതാവുകയും ഇനിയൊരു ചക്ക ആവിർഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന മാങ്ങയുടെയും ചക്കയുടെയും ഇടവേളയിൽ മാങ്ങയും ചക്കയും ഇല്ലാതെ ഞാൻ മാത്രമാകുന്നൊരു വേളയിൽ ഇടയനായ എന്നെ ഇടയിൽ കണ്ട് അതുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഒരു മിന്നലാട്ടം പോലെ എന്നിലുണ്ടായ സുഖത്തെ ആ മാധവൻ തന്ന, ആ മായാമയൻ തന്ന സുഖത്തെ ഞാൻ മാങ്ങയിൽ ചക്കയിൽ ആരോപിക്കുമ്പോൾ വീണ്ടും മാങ്ങയ്ക്കും ചക്കയ്ക്കും സാരിക്കും ഒക്കെ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണോ സത്യം? ജീവിതം എത്ര 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 ക്ലിഷ്ടമാണ് നിങ്ങൾ ആലോചിക്കുക. ഈ കാലം അത്രയും മാറി മാറി ചക്കയിലും മാങ്ങയിലും മണ്ണാത്തിയിലും മരങ്ങോടനിലുമൊക്കെ സുഖം തേടി ഓടിപ്പോയ ജീവിത ദർശനങ്ങളിൽ അതിനിടയ്ക്ക് എന്നെങ്കിലും ഒരിക്കൽ ആ മായാമയനെ ഒന്ന് ദർശിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അപ്പോഴായി ജീവിത സായുജ്യത്തിൻ്റെ രംഗവേദിയിലേക്ക് നാം എടുത്തെറിയപ്പെടുന്നത്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കി, എടുത്തുനിന്ന് അപഗ്രഥിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് മാറിയിരുന്ന് ഈ ആഗ്രഹങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് നോക്കി. വണ്ടിയിലേക്ക് പോക്കറ്റടിക്കാൻ കയറുന്നവൻ പോലീസുകാരനെ കാണുമ്പോൾ വണ്ടി മൂവ് ചെയ്താലും ചാടിയിറങ്ങി പോകുന്നത് പോലെ ഈ ആഗ്രഹം ഇറങ്ങിപ്പോകുന്നത് കാണാം. തൊടുപുഴ ടൗണിൽ നിന്ന് നിങ്ങൾ കയറിയ കൂടെ തൂങ്ങി കയറിയ പോക്കറ്റടിക്കാരൻ അകത്തോട്ട് കയറിയപ്പോഴാണ് വേഷമില്ലെങ്കിലും നിൽക്കുന്നത് പണ്ട് തന്നെ പിടിച്ചിടിച്ച പോലീസുകാരനാണെന്ന് തിരിച്ചറിയുന്നതെങ്കിൽ ഇനി കൃഷി നടക്കുകയില്ല എന്ന് തോന്നിയ മാത്രയിൽ ഓടുന്ന വണ്ടിയെന്ന് ചാടി ഇറങ്ങി ഒരു വിടിയിൽ വിടുന്നത് പോലെ കയറി വന്ന ആഗ്രഹം നിങ്ങളെ വിട്ട് ഓടിപ്പോകുമ്പോൾ മായാമയൻ തനിച്ചാകുകയും ചക്കയും മാങ്ങയും പോക്കറ്റടിക്കാരെ പോലെ വരാതിരിക്കുകയും ചെയ്യുന്നൊരു മുഹൂർത്തത്തിൽ അനുഭവിക്കുന്ന ആനന്ദം. ഇത് മെല്ലെ പോയിരുന്നെന്ന് അപഗ്രഥിച്ചു നോക്കിയേ. ഇങ്ങനെ എത്ര ചക്കയ്ക്ക് തോട്ടി കെട്ടി, എത്ര മാങ്ങായ്ക്ക് തോട്ടി കെട്ടി, എത്ര ചക്കയും മാങ്ങയും ചീഞ്ഞു. ബോധതലങ്ങളിൽ ചീഞ്ഞുനാറിയ ചക്കകളുടെയും മാങ്ങകളുടെയും ചരിത്രാവശിഷ്ടങ്ങളിൽ മുങ്ങിത്താണ് വീണ്ടും മൃഗസഞ്ചയങ്ങളെപ്പോലെ ജീവിച്ചു തീർക്കുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ മാനവചേതനയെ മാധവോത്സംഗത്തിലേക്ക് എത്തിക്കുന്ന ആ ഇടവേളകളിൽ ഒന്ന് തേടിയിരുന്നു എങ്കിൽ ചക്കയും മാങ്ങയും സാരിയും മുണ്ടും നൈറ്റിയും പാവാടയും എല്ലാം ഉദയം ചെയ്യുന്ന ആ മായിക മായാ മുരളിയുടെ ഇടവേളയിൽ ഇടയനായി നിൽക്കുന്ന സ്വരൂപത്തെ ഒന്ന് ദർശിക്കുവാൻ ഒരിക്കൽ കഴിഞ്ഞിരുന്നു എങ്കിൽ നാം ഇവയ്ക്കൊക്കെ വേണ്ടി ഓടുമായിരുന്നുവോ? നമ്മുടെ ചരിത്രം ചക്കയുടെ ചരിത്രമായി ചുരുങ്ങുമായിരുന്നോ? ചോദ്യം മനസ്സിലായില്ല. ഇനി നമുക്ക് തിരിച്ചു വന്നിട്ട് മെല്ലെ അതിലെ ക്ഷിപ്തവിക്ഷിപ്തങ്ങളെ ഒന്നുകൂടെ അപഗ്രഥിക്കാം, ഒന്ന് തിരിച്ചു വരാം. കുറേ ദൂരം നമ്മൾ പോയി. ആ ക്ഷിപ്തവിക്ഷിപ്തങ്ങൾ കഴിഞ്ഞതിലേക്ക് വരാം. ആ കിഞ്ചിത് ജ്ഞാനം, എന്തെങ്കിലും ജ്ഞാനം, അല്പം ജ്ഞാനം. കിഞ്ചിജ്ഞൻ, വിഷയജ്ഞാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നവൻ. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് ജനിച്ചാൽ വരുന്ന വരവായത്.
പിന്നെ ഒന്നും കാണുകയില്ല. അവിടെയാണ് ഈ മാങ്ങയായിത്തീർന്ന് മാങ്ങയായി നിൽക്കെ മാങ്ങ തീർന്ന് വേറൊരാഗ്രഹം ജനിക്കുന്നതിനിട. ഇതൊരിക്കൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോവില്ല. ആ ഇട മതിയെന്ന് തോന്നും. പിന്നീട് ഇടവേള പിന്നെ ഇല്ല. ആഗ്രഹങ്ങളെ ഇല്ലെങ്കിൽ പിന്നെ സർവ്വത അതിലാണ്. പിന്നെ ഇതിൽ മിന്നി മറയട്ടെ. അവനിങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ്. അവൻ വിഷയമല്ല കാണുന്നത്. വിഷയങ്ങളിൽ ഭ്രമിക്കുന്ന മനുഷ്യനെ കാണുമ്പോഴും ആ മനുഷ്യൻ പോലും ആ ജ്ഞാനമാണെന്നാണ് കാണുന്നത്. ആ വിഷയവും ആ ജ്ഞാനമാണെന്നാണ് കാണുന്നത്. ആ ഒരു അപൂർവമായ അറിവ്, ജീവിത സാഫല്യത്തിൻ്റെ അറിവ്, അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നോക്കിയാൽ അറിയാം. ഈ ആഗ്രഹങ്ങൾ പൊന്തി ആ ഇടയിലൊരു അല്പനേരേ ഉള്ളത്. അപ്പോൾ ഇതിലാണെന്ന് തെറ്റിദ്ധരിക്കും. അതാണ് അവിദ്യയുടെ കളി. അതാണ് നമുക്ക് വേണ്ടത്. എവിടുന്നാ സുഖം കിട്ടിയേ? മാങ്ങ തിന്നിട്ടല്ലേ സുഖം കിട്ടിയേ? മാങ്ങ തിന്നില്ലേ സുഖം കിട്ടുമോ? അതുകൊണ്ട് ആ മാങ്ങ തന്നെ വേണം. മനസ്സിലായില്ല. അടുത്ത തവണ പോകുമ്പോൾ നീ ആ മാങ്ങ തന്നെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആ മാങ്ങ തന്നെ കൊണ്ടുവരണം. അതാണത്. ചിലപ്പം വിഷമിക്കും. ഇനിയിപ്പം ആകെ വിഷമിക്കും. ഇവിടുന്ന് ചെന്നിട്ട് ചിലർ 8:30 മണിക്ക് അഷ്ടാവക്രഗീത പഠിക്കാൻ പോയിടത്ത് VIP ഹാളിൽ നിന്നൊരു ചക്കപ്പുഴുക്ക് തിന്നു. അതുണ്ടാക്കി തരണം എന്ന് ഇനി അവിടെ ചെന്ന് പറയും. എങ്ങനെ ഉണ്ടാക്കാൻ? അത് തിന്നു കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല. അത് തിന്നു കഴിഞ്ഞു. ഇനി അതുപോലൊരു ചക്കപ്പുഴുക്ക് വേണമെന്ന് പറയും വീട്ടിൽ ചെന്ന്. അതാ പറഞ്ഞ് അതിൻ്റെ ഇടയിലൊരു ആനന്ദം അനുഭവിച്ചെങ്കിൽ. ഇല്ലെങ്കിൽ ഇട തന്നില്ല ഇവനെങ്കിൽ ഇനി ആ ചക്കപ്പുഴുക്കേ വേണ്ട. മനസ്സിലായില്ല. ഇടയനിലാണ് ഇവൻ ബന്ധിക്കുന്നത്. ഇടയനിലാണ് ബന്ധം കൃത്യമായി. ആ ഇടവേള നീളും. ശ്രദ്ധിച്ചാൽ ആഗ്രഹങ്ങളെ പിന്തുടരുകയും ആഗ്രഹിച്ചത് ഏത് ചിച്ഛക്തിയിൽ നിന്നാണെന്ന് അറിയാൻ ശ്രമിക്കുകയും ആഗ്രഹങ്ങൾ എത്ര പൊന്തിയെന്ന് അത് പൊന്തുന്ന കാണാം. വിലീനമായ ചിച്ഛക്തി ഊർജപ്രസരം പോലെ ത്രസിച്ച ആനയും ചക്കയും മാങ്ങയും അമ്മയും അമ്മുമ്മയും ഒക്കെ ആയിട്ട് വരുന്നത്. ഇത് കുറേ കഴിയുമ്പോൾ ഇവനങ്ങ് താഴും. അത് കഴിയുമ്പോൾ വേറൊരെണ്ണം വരും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ക്ഷിപ്തം. അത് കഴിഞ്ഞാൽ ക്ഷിപ്തമില്ലാത്തൊരു മൂഢം. ക്ഷിപ്തം, മൂഢം, വിശേഷണയുള്ള ക്ഷിപ്തം, വിക്ഷിപ്തം. ചിലത് അതീവ പ്രിയമാകും. പ്രിയമായ പിന്നെ അതും വെച്ചോണ്ടങ്ങിരിക്കും. അപ്പോഴായിരിക്കും വീട്ടുകാർ വിളിക്കുന്നതൊക്കെ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ? 8 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ മുകളിലെ മുറിയിൽ നിന്ന്. കാത്തിരുന്നവരൊക്കെ കാപ്പി കുടിച്ചിട്ട് പോയി. 12 മണി ആയപ്പോഴാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് വിക്ഷിപ്തത്തിലായിരിക്കുന്നത്. വിശേഷണയുള്ള ക്ഷിപ്തം. വിക്ഷിപ്തത്തിലേക്ക് കയറിയാൽ മനസ്സെല്ലാം നിരോധിക്കും. എല്ലാ ശബ്ദവും എല്ലാ ചുറ്റുപാടുകളും നിരോധിക്കും. അപ്പം കിഞ്ചിത് ഞാൻ വളരുന്നത് നോക്കണം. ആദ്യം ക്ഷിപ്തം. അപ്പോൾ തന്നെ അറിവുകളെല്ലാം തീർന്നു, ബോധം നഷ്ടപ്പെട്ടു. എല്ലാം കളിക്കാവുന്ന ഇടത്ത് ഇത് മാത്രമായി. അതിനിടയിൽ 2 ക്ഷിപ്തങ്ങൾക്കിടയിലൊരു മൂഢം. സാരി ആഗ്രഹിച്ചു. ആ സാരിയുടെ ആഗ്രഹം ഇങ്ങനെ ആഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ട് സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്
കോമളവല്ലി ഉടുത്ത ഷിഫോൺ തന്നെ വേണം എന്ന് തോന്നിയത്. അങ്ങനെ ഉണ്ടല്ലോ സാരി അല്ലേ? ഉണ്ടല്ലോ അല്ലേ? എന്തോ ആ പേരാ പറഞ്ഞു, ഒന്നും കേട്ടിട്ടില്ല. അവൾ ഫോൺ ചെയ്യുന്ന സാരി, ഷീ ഫോൺ സാരി. അങ്ങനൊരു പേര് സാരി ഉണ്ട് കേട്ടോ. ഞാനതിനൊരു ഇതായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഷിഫോൺ, ഓർഗാൻസ എന്നൊന്നും കേട്ടിട്ടില്ല. വളരെ മോശമാണല്ലോ. ഞാൻ ഓർത്ത് എന്നോളം സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഏതാ? ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഏതായാലും ഈ സാരിയിൽ ആഗ്രഹം വന്നു. ആ സാരിയെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് അത് കോമളവല്ലി ഉടുത്തതാണെന്ന് ഓർത്തത്. അപ്പോൾ സാരി എന്ന ക്ഷിപ്തത്തിൽ നിന്ന് മൂഢം കടന്ന് കോമളവല്ലിയിലെത്തി. മനസ്സിലായില്ല. കോമളവല്ലിയെ പറ്റിയുള്ളൊരു വർണ്ണന മനസ്സിൽ ഓർത്തിരിക്കെ കോമളവല്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവളൊരു നെഹളിയാണ് എന്നോർത്തത്. അവളുടെ നെഹളത്തെപ്പറ്റി ഓർത്തപ്പോഴാണ് അവളുടെ കൈ നിറയെ കിടക്കുന്ന വളയോർത്തത്. വളയിലേക്ക് വന്നു. ഇങ്ങനെ ഈ ക്ഷിപ്തം പോകുന്നത്. ഇത്തരം ക്ഷിപ്തമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഭാഗവതം ദശമസ്കന്ധം. കാരണം അത് ഭഗവാനിൽ ചേർത്ത് കാണാൻ. നിരോധലീല എന്നാണ് അതിന് പറയുക. കാരണം ഇതെല്ലാം ഇങ്ങനെ കാണുന്നവർക്ക് ദശമം ഇരുന്ന് വായിക്കുമ്പോൾ കാണാനൊരു വലിയ പ്രപഞ്ചമാണ് മുനി എഴുതി വച്ചിരിക്കുന്നത്. അത് മുഴുവനൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനില്ല. ആ പരുവത്തിലാണ് ആ ലീല. ഗംഭീരമാണ്. കാരണം ആ ലീലയിൽ ഒരുപാട് ലോകങ്ങളുണ്ട്. ഒരു മാസ്മര ലോകമാണ്. ഭർത്താവൊക്കെ ഒരു 4-5 വയസ്സ് പ്രായം കൂടിയ ആളായിരിക്കും. അല്ലേ? ഇല്ലേ? ഇല്ലേ? 4-5 വയസ്സ് കൂടിയ ഭർത്താവാണെങ്കിലും നിരോധലീലയിൽ കാണിക്കുമ്പോൾ കാമുകി ഭാവത്തിൽ ഒരു 10-11 വയസ്സ് താന്ന പയ്യനാണ്. മനസ്സിലായില്ല? കാരണം പെട്ടെന്ന് അതിലൊരു ആകർഷണത്വം ഉണ്ടാവും. കാരണം സങ്കല്പത്തിലുള്ളതാണ് അത്. പ്രായമൊക്കെ കുറഞ്ഞ് ഒരു 10-25-30 വയസ്സുള്ളപ്പോൾ ഒരു 10-18 വയസ്സുള്ള ഒരു പയ്യൻ അവൻ്റെ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുക ഒക്കെ ആയിട്ട് ഒരു ലോകത്തെപ്പറ്റി നിരോധം എന്ന നിലയിൽ. രാധയും കൃഷ്ണനും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഗോപാങ്കനമാർക്കും നല്ല പ്രായവ്യത്യാസമുണ്ട്. അപ്പം അതിനെ നിരോധലീല എന്ന് പറയും. ഇതൊക്കെ നല്ല രീതിയിൽ ഭാഗവതം പഠിക്കണം. അതിനൊരുപാട് പണിയുണ്ട്. നമുക്കിപ്പോൾ സന്ദർഭം വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ഷിപ്ത വിക്ഷിപ്തങ്ങളുടെ ഒഴുക്ക് കൂടുമ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒരു തവണ നല്ലപോലെ ദശമം വായിച്ചു കഴിയുമ്പോൾ ഈ ക്ഷിപ്തം ഒന്ന് അടങ്ങും. കാരണം ഈ ക്ഷിപ്തത്തിൻ്റെ മുകളിലെത്തുമ്പോൾ ഗോപാങ്കനമാർക്ക് ബോധ്യാവും. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കന്മഷാപഹം. ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തിയെ ഭൂരിദാജനാഹ എന്ന് ബോധ്യമാവും. മാത്രമല്ല അവർക്ക് ഒന്നുകൂടെ ബോധ്യമാവും. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. സങ്കല്പത്തിലെ ഒരു കാമുകൻ അഖിലദേഹികളുടെയും അന്തരാത്മദൃക്കായി പരിണമിക്കുന്നതോടെ വിശ്വവശ്യമായ ആനന്ദത്തിലേക്ക് ആ
പാരസ്പര്യം, കാമം, ശൃംഗാരം കടന്ന് ആത്മാനുഭൂതിയിലേക്ക് എത്തുമ്പോൾ രസോവൈ സഹ എന്ന് ഋഷിമുനിയോടൊപ്പം നാമും പറഞ്ഞു പോകും. അപ്പോൾ ക്ഷിപ്തവിക്ഷിപ്തങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് പുരാണങ്ങളിൽ പഠിക്കാം. അതിനാ വഴി കാമാദികളെ ഉദാത്തീകരിച്ച് ഉന്നതമായൊരു അനുഭൂതിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം അതവിടെ പഠിച്ചാൽ മതി. എങ്കിലും ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ സന്ദർഭം വന്നപ്പം. അപ്പോൾ ക്ഷിപ്തം, അടുത്ത ക്ഷിപ്തം, അതിനിടയിലൊരു മൂഢം. നമ്മൾ പറഞ്ഞ ഷിഫോണിൽ നിന്ന് കമലാക്ഷിയിലേക്കും കമലാക്ഷിയിൽ നിന്ന് കൈനിറയ വളയിലേക്കും ഒക്കെ പോകുമ്പോൾ ഇടയിൽ ഈ ഇടവേളയുണ്ട്. അതിനിടയിൽ കമലാക്ഷിയുടെ വളയുടെ കാര്യം ഓർത്തപ്പോഴാണ് എനിക്ക് എൻ്റെ സഹോദരൻ ഫോറിനിൽ നിന്ന് വന്നപ്പം കൊണ്ടുത്തന്ന 10 പവൻ്റെ ആ നെക്ലേസിൻ്റെ ഓർമ്മ വന്നത്. ശങ്കരാഭരണം. കേരളത്തിൽ ആദ്യമായിട്ട് ശങ്കരാഭരണം കഴുത്തേലിട്ടത് ഞാനാണ്. അപ്പോൾ ഈ ക്ഷിപ്തം മാറി വിക്ഷിപ്തത്തിലേക്ക് വന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ശങ്കരാഭരണത്തെ പറ്റി ആലോചിക്കുമ്പോഴാണ് പിള്ളേർ വിളിക്കുന്നത്, മിണ്ടാട്ടില്ല. കാരണം ഈ ആലോചന പോകരുത്. മനസ്സിലായില്ല? അതിന് വിക്ഷിപ്തം എന്ന് പറയും. അപ്പോഴാണ് താഴെ ആരോട് പെട്ടി അടയ്ക്കുന്ന കണ്ടത്. വയ്യാവേലിയൊക്കെ ഒന്ന് ഇരുന്ന് സ്വസ്ഥമായിട്ട് മനുഷ്യനൊരു അല്പം നിർവൃതി കൊള്ളാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കുകയില്ലാത്തതൊക്കെ എന്നോർത്ത് അതിനെയൊക്കെ ഇങ്ങനെ നിരോധിക്കുകയാണ്. അപ്പം എല്ലാ ശബ്ദങ്ങളും എല്ലാ അറിവുകളും നിരോധിച്ച് ഇതിൽ മാത്രമായി നിൽക്കുന്നതിനെ വിശേഷേണയുള്ള ക്ഷിപ്തം, വിക്ഷിപ്തം എന്ന് പറയും. അപ്പോൾ ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, നിരോധം. ഇപ്പോൾ ആ ശങ്കരാഭരണത്തിൽ മാത്രമായാൽ ഏകാഗ്രമായി. ഇതുപോലൊരു പ്രക്രിയയാണ് വിഷയങ്ങളിൽ നിന്ന് ഏകമായ ഒന്നിലേക്ക്, ദേവതാസങ്കല്പങ്ങളും ബാലലീലകളും ഭഗവത് കഥകളും വാസുദേവ കഥകളുമെല്ലാം ഏകമായ ഒന്നിൽ കൊണ്ടുവന്ന് ഏകാഗ്രത വരുത്തി അതിനെ ഉപാസിച്ച് കടന്നു പോകുന്നു. അതൊരു പ്രക്രിയ. അവിടെ ആ ഇടവേളയിൽ ശ്രദ്ധിക്കുന്നതാണ് ഇവിടുത്തെ പ്രക്രിയ. അപ്പോൾ മനസ്സ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആഗ്രഹിക്കുകയോ ഏതെങ്കിലും വസ്തു ആഗ്രഹിക്കുകയോ എന്തിനെക്കുറിച്ചെങ്കിലും ദുഃഖിക്കുകയോ എന്തെങ്കിലും ഉപേക്ഷിക്കുകയോ എന്തെങ്കിലും സ്വീകരിക്കുകയോ എന്തുകൊണ്ടെങ്കിലും സന്തോഷിക്കുകയോ കോപിക്കുകയോ ചെയ്യുന്നു എങ്കിൽ ബന്ധമാണ്. അത് ബന്ധമാണ്. ബന്ധമുണ്ട്. ബന്ധം തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തോന്നിയാൽ അതിനോട് ബന്ധമുണ്ട്. ഞാൻ ആഗ്രഹിച്ചു എന്നത് ബന്ധമാണ്. ഞാൻ എന്തിനെയെങ്കിലും ഉപേക്ഷിച്ചു അതും ബന്ധമാണ്. ബന്ധമുണ്ടെങ്കിലാണല്ലോ ഉപേക്ഷിക്കുന്നത്. നിന്നോടെനിക്കൊരു ബന്ധവും ഇന്നു മുതലില്ല. ഇപ്പം ബന്ധമുണ്ട്. ഉപേക്ഷിക്കാനില്ല, സ്വീകരിക്കാനില്ല, ആഗ്രഹിക്കാനില്ല, കോപിക്കാനില്ല, സന്തോഷിക്കാനില്ല എങ്കിൽ ബന്ധമില്ല. നിങ്ങളത് സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു, അതിനെന്താ? കുഴപ്പമില്ല, കുഴപ്പമില്ല. അറിയാൻ ചോദിച്ചാ ക്ഷമിക്കണ്ട. നിങ്ങളത് ഉപേക്ഷിച്ചു അല്ലേ? ഞാൻ എന്നേ ഉപേക്ഷിച്ചതാണത്. അല്ല, അറിയാനായിട്ട് ചോദിച്ചാ. കാരണം ബന്ധമുണ്ട്.
നിങ്ങൾക്കത് സന്തോഷമുണ്ടാക്കി, ഹർഷം. നിങ്ങൾ അതിലാണ് വല്ലാതെ ദുഃഖിക്കുന്നത് അല്ലേ? അത് ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട്. എന്നെ അത് ഓർക്കും തോറും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ബന്ധമുണ്ട്. സന്തോഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല, തിരസ്കരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല, ഒന്നുമില്ല. എങ്കിൽ ബന്ധമില്ല, ഇല്ലെങ്കിൽ ബന്ധമുണ്ട്. ക്ലിയറായി? ഉള്ളതുപോലൊക്കെ ഓടിക്കോട്ടെന്ന്. നിസ്സംഗതയാണുള്ളത്. ഉള്ളതുപോലൊക്കെ ഓടുന്നു. അതിലൊന്നിലും ഒരെതിരുമില്ല. അതങ്ങനെയാണ്. മുളകിന് എരിവാണ്, അതിൻ്റെ സ്വഭാവമാണ്. ബസ് മുളകിന് എരിവരുത്. മനസ്സിലായില്ലേ? അവനെ എന്നെ കല്ലെടുത്തെറിഞ്ഞു. അത് സ്വഭാവമാണ്. അവൻ എറിയരുതായിരുന്നു. മനസ്സിലായില്ല? ഇങ്ങനെയല്ലേ നമ്മുടെ പണി? നീ അത് പറയരുതായിരുന്നു. പറഞ്ഞു. നീ നോക്കരുതായിരുന്നു. പ്രകൃത്യാ ഉണ്ടായി മറയുന്ന പൂർവാനുസാരേണയുള്ള കർമ്മങ്ങളെ അനുവർത്തിക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ല. ഇതാണ് എൻ്റെ പ്രശ്നം. ഉള്ളതുപോലെ സ്വീകരിക്കാൻ. അതാണ് ജീവിതത്തിൻ്റെ ദുഃഖം. ഇത് വളരെ രസമാണ്. അങ്ങേറ്റം നോക്കിയാൽ ഇത് കാണാം. എല്ലാത്തിനും ഉണ്ട് ഈ പ്രശ്നം. ജീവിതം മുഴുവൻ ഇതാണ്. ഇപ്പോൾ ഒരു സാധനം കൈ കിട്ടി, അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ട് വെച്ചു. ഇതെന്താ കൊഴുക്കട്ട പോലെ ഇരിക്കുന്നത്? അതിനാണ് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ ഇത് കൊഴുക്കട്ട പോലല്ലേ ഇരിക്കണ്ടേ? മനസ്സിലായി? 2-3 പ്രാവശ്യമായി പറഞ്ഞു, നിങ്ങളീ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് പോലെ ഇരിക്കുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്ന മോനെ, ഉപ്പുമാവിന് ഇഡലി പോലെ ഇരിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? ഇഡലി ഉപ്പുമാവായിട്ട് കാണണം. ഇത് മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ്. അതിന് ചില അമ്മമാരും എടുക്കാറുണ്ട്. അവരെന്ത് ചോദിച്ചാൽ ഒരുത്തൻ ഇഡലിയും കൊടുക്കും, മറ്റവൻ ഇഡലി പൊടിച്ച് ഉപ്പുമാവാക്കിയും കൊടുക്കും. അതൊന്ന് കടുവ് വറുത്ത് കൊടുക്കും. അത് നല്ല പണിയാണ്. ഈ അമ്മമാർ വളരെ മിടുക്കരാണ്. ചിലരെന്ത് ചോദിച്ചാൽ കൽച്ചട്ടിക്കകത്ത് വെള്ളം ഒഴിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കും. ആവിക്ക് വെച്ചുണ്ടാക്കുന്നതല്ല, കൽച്ചട്ടിക്കകത്തേക്ക് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ട് കൽച്ചട്ടിക്കകത്ത് അരിമാവ് ഉരുട്ടി നല്ലപോലെ തേങ്ങയൊക്കെ വെച്ച് ഭംഗിയായിട്ട് അതിനകത്തോട്ടിടും. എന്നിട്ട് അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ അതിനകത്തൊരു വെള്ളം കിട്ടും, 2 കൊഴുക്കട്ട കിട്ടും. അപ്പോൾ ഒരുത്തന് കൊഴുക്കട്ട കൊടുക്കും. അവന് കൊഴുക്കട്ട ഇഷ്ടമല്ല, അവന് ഉപ്പുമാവ് തന്നെ വേണം. അതുടച്ച് ഉപ്പുമാവാക്കി കൊടുക്കും അടുത്തവൻ. അത് അടുപ്പ് വെച്ചുടച്ച്. അപ്പോൾ മറ്റവൻ ഉപ്പുമാവും കഴിക്കില്ല, അവന് പായസം തന്നെ വേണം. ഇത് പഞ്ചസാര ഇട്ട് അവനും കൊടുക്കും. ഇത് കണ്ടിട്ടില്ല? ഇതൊക്കെ പരിശീലിക്കണം എന്നൊരു പ്രത്യേക ട്രെയിനിങ്ങാണ്. ഇതൊക്കെ കഴിഞ്ഞാലേ സന്യാസമുള്ളൂ. അപ്പം നിങ്ങളോടത്ത് ഇത് വളരെ എളുപ്പമാണെന്നാണ് വിചാരിച്ചേ. അപ്പം ഈ പരിപാടിയൊക്കെ കഴിയുമ്പോഴാണ് തീരുമാനിക്കുന്നത് ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് നല്ല അമ്മയാണെങ്കിൽ ഈ പണിയൊക്കെ ഉപയോഗിക്കും.
അപ്പോൾ അവനും സംതൃപ്തൻ, ഇവനും സംതൃപ്തൻ, അവളും സംതൃപ്ത. അപ്പോൾ ഇതുപോലെ ഏതിലെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കിഞ്ചിത് അല്പാഗ്രഹം മതി. എന്തെങ്കിലും ആശിച്ചാൽ, എന്തിനെങ്കിലും ഓർത്ത് ദുഃഖിച്ചാൽ, എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ, ഉപേക്ഷിച്ചാൽ, എന്തുണ്ടെങ്കിലും മോദിച്ചാൽ, സന്തോഷിച്ചാൽ, എന്തിനു വേണ്ടിയെങ്കിലും കോപിച്ചാൽ, അത് ബന്ധമാണ് ജനക. ബന്ധം ഏതാണ്ട് മനസ്സിലായി. അപ്പോൾ ഇനി കോപം വരുമ്പോൾ ഒട്ടനെ ഓർക്കണം,